वासादि गौरभक्तवृन्दा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം 27-ാമത്തെ അധ്യായം. ചണ്ഡവേഗൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു. കാലകന്യയുടെ സ്വഭാവം. ശ്ലോകം 5 മുതൽ 9 വരെ വായിക്കാം. തയേവം രമമാണസ്യ കാമകശ്മലചേതസഃ ക്ഷണാർദ്ധം ഇവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയഃ. തസ്യാം അജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജനഃ ശതാന്യേകാദശ വിരാട് ആയുഷോ അർദ്ധമധാത്യഗാത്. ദുഹിതൃർദശോത്തരശതം പിതൃമാതൃയശസ്കരീ ശീലോദാര്യഗുണോപേത പൗരഞ്ജന്യാ പ്രജാപതേ. സ പാഞ്ചാലപതി പുത്രാൻ പിതൃവംശ വിവർധനാൻ താരൈ സംയോജയാമാസ ദുഹിതൃ സദൃശൈർവരൈഃ. പുത്രാണാം ചാഭവൻ പുത്ര ഏകൈകസ്യ ശതം ശതം യൈർവൈർപൗരഞ്ജനോ വംശ പഞ്ചാലേഷു സമേതിതഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയശ്രീ മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 27. ചണ്ഡവേഗൻ പുരഞ്ജനന്റെ നഗരത്തെ ആക്രമിക്കുന്നു. കാലകന്യകയുടെ സ്വഭാവം. ശ്ലോകം 5. തയ്യേവം രമമാണസ്യ കാമകശ്മലചേതസ ക്ഷണാർത്ഥമിവ രാജേന്ദ്ര വ്യതിക്രാന്തം നവം വയാം. വിവർത്തനം. ജയശ്രീല പ്രഭാത്. എൻ്റെ പ്രിയപ്പെട്ട പ്രാചീന ബർഹിഷിത് രാജാവേ, ഈ രീതിയിൽ കാമാർത്ഥിയോടെ ഭാര്യയോടൊത്ത് സദാ പാപപങ്കിലമായ ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ ആരംഭിച്ച പുരഞ്ജന രാജാവിൻ്റെ പുതിയ ജീവിതവും യൗവനവും ഒരു നിമിഷാർത്ഥത്തിനുള്ളിൽ അവസാനിച്ചു. ശ്ലോകം 6. തസ്യാം അജനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജന ശതാന്യേകാദശ വിരാട് ആയുഷോ അർത്ഥമധാത്യഗാത്. വിവർത്തനം. നാരദ മഹർഷി അപ്പോൾ പ്രാചീന ബർഹിഷത് രാജാവിനെ അഭിസംബോധന ചെയ്തു. അല്ലയോ രാജാവേ, ദീർഘായുഷ്മൻ, ഈ രീതിയിൽ പുരഞ്ജന രാജാവ് അവന്റെ പത്നി പുരഞ്ജനിയുടെ ഗർഭപാത്രത്തിൽ 1100 പുത്രന്മാരെ ജനിപ്പിച്ചു. എങ്ങനെ തന്നെയായാലും ഈ ഒരു പ്രവൃത്തിയിലൂടെ അവൻ തൻ്റെ ആയുസ്സിന്റെ പകുതിയും കടത്തിവിട്ടു. ശ്ലോകം 7. ദുഹിതൃർദേശോത്തരശതം പിതൃമാതൃയശസ്കരേ ശീലൗദാര്യ ഗുണോപേത
പൗരഞ്ജന്യ പ്രജാപതേ. വിവർത്തനം. അല്ലയോ പ്രജാപതി, പ്രാചീന ബർഹിഷത് രാജാവേ, പുരഞ്ജന രാജാവ് ഇപ്രകാരം 110 പുത്രിമാർക്കും ജന്മം നൽകി. ഇവരെല്ലാവരും മാതാപിതാക്കന്മാരെ പോലെ തന്നെ പുകഴ്ത്തപ്പെട്ടു. മാന്യമായി പെരുമാറിയിരുന്ന അവർ മഹാമനസ്കരും മറ്റു പല സൽഗുണങ്ങളുടെയും ഉടമകളുമായിരുന്നു. ശ്ലോകം 8. സ പഞ്ചാലപതി പുത്രാൻ പിതൃവംശ വിവർധനാൻ ദാരൈ സംയോജയാമാസ ദുഹിത്ര്യോ സദൃശൈർവരേ. വിവർത്തനം. അനന്തരം പഞ്ചാല രാജ്യത്തെ രാജാവായ പുരഞ്ജനൻ തൻ്റെ പിതൃവംശ കുടുംബത്തിന് പിൻഗാമികളെ വർദ്ധിപ്പിക്കുന്നതിന് പുത്രന്മാരെ യോഗ്യരായ വധുമാരെ കൊണ്ടും പുത്രിമാരെ യോഗ്യരായ വരന്മാരെ കൊണ്ടും വിവാഹം ചെയ്യിച്ചു. ശ്ലോകം 9. പുത്രാണാം ച അഭവൻ പുത്ര ഏകൈകസ്യ ശതം യേർവൈ പൗരഞ്ജനോ വംശ പഞ്ചാലേഷു സമേധിത. വിവർത്തനം. ഈ പുത്രന്മാരിൽ ഓരോരുത്തരും നൂറ്റുകണക്കിന് പൗത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. ഇപ്രകാരം പുരഞ്ജന രാജാവിന്റെ പുത്രപൗത്രാദികളാൽ പഞ്ചാല നഗരം തിങ്ങി നിറഞ്ഞു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ പുരഞ്ജന രാജാവ് തൻ്റെ യൗവനകാലം, ചെറുപ്പകാലം പത്നിയോടൊത്ത് ചേർന്ന് വളരെ സന്തോഷകരമായി ഇന്ദ്രിയ സംതൃപ്തിയിലെല്ലാം ഒഴുകി ആ കാലം, യൗവനകാലം കടത്തിവിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യൗവനകാലം നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പോൾ യൗവനകാലത്താണ് ഏറ്റവും ആരോഗ്യത്തോടു കൂടി ഒരു വ്യക്തി ഇരിക്കുന്നത്. ആ സമയത്ത് അവർ എപ്പോഴും ഇന്ദ്രിയ സംതൃപ്തിയിൽ മുഴുകിയിരിക്കും. അങ്ങനെ ഇന്ദ്രിയ സംതൃപ്തിയിൽ മുഴുകിയത് കൊണ്ട് സമയം കടന്നുപോയത് എങ്ങനെയാണ് എന്ന് പുരഞ്ജന രാജാവിന് മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. ഒരു നിമിഷാർദ്ധം കൊണ്ട് തന്റെ പകുതി ആയുസ് തീർന്നുപോയി എന്നും പുരഞ്ജന രാജാവ് മനസ്സിലായി. അപ്പോൾ ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നത് കാലം, സമയം എങ്ങനെയാണ് ഒരു വ്യക്തിയെ ആക്രമിക്കുന്നത്, കാലം ഒരു വ്യക്തിയുടെ ആയുസ് എങ്ങനെയാണ് അപഹരിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് കാലം കഴിയും തോറും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ പുരഞ്ജന രാജാവിന് തന്റെ പത്നിയിൽ 1100 പുത്രന്മാരും 110 പുത്രിമാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പുരഞ്ജന രാജാവ് ഈ ഒരു യുഗത്തിലുള്ള വ്യക്തി ആയിരിക്കുകയില്ല. നാരദ മഹർഷി ഉദാഹരണം പറയുന്നത് മറ്റേതോ യുഗത്തിലുള്ള, സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ ഒക്കെയുള്ള ഒരു ജീവാത്മാവിനെ കുറിച്ചായിരിക്കാം. കാരണം കലിയുഗത്തിലായിരക്കണക്കിന് കുട്ടികൾ ആർക്കും ഉണ്ടാവുകയില്ല. പക്ഷെ ഒരു പ്രത്യേക കാര്യം ശിലപ്രഭാതൻ എടുത്തു പറയുന്നുണ്ട്. അന്ന് പുരഞ്ജന രാജാവും അദ്ദേഹത്തിന്റെ പത്നിയും ഒരിക്കലും തന്റെ സന്താനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കലിയുഗത്തിൽ മാതാപിതാക്കൾ പോലും അവരുടെ കുഞ്ഞുങ്ങളെ ഗർഭത്തിൽ വെച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഗർഭത്തിൽ വെച്ച് ഭ്രൂണഹത്യ, കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു. ഇപ്പോൾ കുഞ്ഞിന് ആവശ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് പെൺകുട്ടിയെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ വയറ്റിൽ വെച്ച് കൊന്നുകളയും. ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. സന്താനങ്ങളെ വലിയ അനുഗ്രഹമായിട്ടാണ് അവര് കരുതിയിരുന്നത്. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും അവർ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അവർക്ക് അത്രയും സംസ്കാരം ഉണ്ടായിരുന്നു. കലിയുഗത്തിൽ നമ്മൾ ഏറ്റവും സംസ്കാരം ഉള്ളവരാണ് എന്ന് പുറമേ കാണിക്കുകയും ഉള്ളിൽ സ്വന്തം കുഞ്ഞിനെ പോലും കൊന്നുകളയുന്ന ക്രൂരത കാണിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് സമൂഹത്തിൽ നല്ല സംസ്കാരമുള്ളവരായിട്ട് നമ്മൾ ഏറ്റവും ഉന്നത സംസ്കാരമുള്ളവരാണ്, ആധുനികരാണ് എന്നൊക്കെ പറയും. സ്വന്തം കുഞ്ഞുങ്ങളെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലുന്ന ക്രൂരത ഈ ഒരു കലിയുഗത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
അപ്പൊ പുരഞ്ജനനും തന്റെ പത്നിക്കും ധാരാളം പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി. അവർക്കൊക്കെ പ്രായമായ സമയത്ത് അവരെ യോഗ്യരായ വ്യക്തികളെ കൊണ്ട് വിവാഹം ചെയ്തു. പുരഞ്ജന രാജാവ് തന്നെ നേരിട്ട് അവരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് പിതാവിന്റെ കടമയാണ്. തന്റെ സന്താനങ്ങളെ യഥാസമയത്ത് വിവാഹം ചെയ്യിപ്പിക്കുക എന്നുള്ളത് പിതാവിന്റെ കടമയാണ്. അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചെയ്തു. അങ്ങനെ പുരഞ്ജനന്റെ മക്കൾക്കും ധാരാളം മക്കളുണ്ടായി എന്നാണ് പറയുന്നത്. 100 കണക്കിന് മക്കളുണ്ടായി. ആ പാഞ്ചാല രാജ്യം മുഴുവൻ പുരഞ്ജനന്റെ മക്കളെ കൊണ്ടും മക്കളുടെ മക്കളെ കൊണ്ടും നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ഭൗതികമായിട്ടുള്ള സാധാരണ നിലവാരത്തിലുള്ള മനസ്സിലാക്കലാണ്. യഥാർത്ഥത്തിൽ പുരഞ്ജനൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുമാണ്. നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഓരോ ജീവാത്മാവിനെ കുറിച്ചാണ് നാരദ മഹർഷി പറയുന്നത്. പുരഞ്ജനന്റെ പത്നി എന്ന് പറയുന്നത് ആ ജീവാത്മാവിന്റെ ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിയും ജീവാത്മാവും തമ്മിൽ സഹകരിക്കുന്ന സമയത്ത്, കൂടിച്ചേരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകും. വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാകും. ഈ ഗുണങ്ങളെയും സ്വഭാവങ്ങളെയുമാണ് പുത്രന്മാരായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 2 തരത്തിലുള്ള പുത്രന്മാരുണ്ടാകും, 2 തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ ദൈവികമായിട്ടുള്ള ഗുണമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആസുരികമായിട്ടുള്ള ഗുണമാണ് ഉണ്ടാവുക. ബുദ്ധി ആത്മീയമാണെങ്കിൽ ആത്മീയമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും. ആത്മീയമായിട്ടുള്ള ഗുണങ്ങൾ, ദൈവിക ഗുണങ്ങളെ കുറിച്ച്, ആസുരികമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചും ഭഗവത്ഗീതയിൽ 16ാമത്തെ അധ്യായത്തിൽ ദൈവാസുര ഭാവങ്ങൾ എന്നുള്ള അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുണങ്ങളാണ് ഇവിടെ പുത്രന്മാരായിട്ട് വരുന്നത്. അല്ല, ദൈവിക സ്വഭാവം എന്താണെന്ന് 16ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നു. അഭയം സത്വസംശുദ്ധിർ ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ദമശ്ചയജ്ഞശ്ച സ്വാധ്യായ സ്തപ ആർജവം അഹിംസ സത്യം അക്രോധ ത്യാഗ ശാന്തി അപൈശുനം ദയാ ഭൂതേശലോലുപ്തം മാർദ്ദവം ഹ്രീ അചാപനം തേജ ക്ഷമാ ധൃതി ശൗചം അദ്രോഹോ നാതിമാനിക ഭവന്തി സമ്പദം ദേവി അഭിജാതസ്യ ഭാരത. ദൈവിക പ്രകൃതി, ദൈവികമായിട്ടുള്ള ബുദ്ധിയാണെങ്കിൽ ദൈവികമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകും. അവരെയാണ് പുത്രന്മാരായിട്ടും പുത്രിമാരായിട്ടും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ആസുരികമായിട്ടുള്ള ബുദ്ധിയാണെങ്കിൽ ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങളാണ് ഉണ്ടാകുന്നത്. അതും വിശദീകരിക്കുന്നുണ്ട്. ദമ്പോ ദർപ്പോ അഭിമാനച്ച ക്രോധ പാരുഷ്യമേവച്ച എന്ന് പറഞ്ഞിട്ട് ആസുരികമായിട്ടുള്ള സ്വഭാവങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. അജ്ഞാനം ചാഭിജാതസ്യ പാർത്ഥ സമ്പദം ആസുരി എന്ന് പറഞ്ഞു. അപ്പോൾ ഏതു തരം ബുദ്ധിയുമായിട്ടാണോ ഒരു ജീവൻ ബന്ധപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്വഭാവങ്ങളാണ് ഉണ്ടാകുക. അതിനുശേഷം പുത്രന്മാർക്കും പുത്രിമാർക്കും വീണ്ടും പൗത്രന്മാരും പൗത്രിമാരും ഉണ്ടായി എന്ന് പറയും. അതെന്താണ്? സ്വഭാവത്തിൽ നിന്നാണ് വ്യത്യസ്ത തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള കർമ്മങ്ങളെയാണ് പൗത്രന്മാരും പൗത്രിമാരുമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവരെ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യന്റെ ചിന്ത മുഴുവൻ വ്യത്യസ്ത കർമ്മങ്ങളെ കൊണ്ട് നിറയുകയാണ്. ബുദ്ധിയുമായിട്ട് ചേരുന്ന സമയത്ത് വ്യത്യസ്ത സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. ആ സ്വഭാവത്തിൽ നിന്നാണ് കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. അത് 18ാമത്തെ അധ്യായത്തിൽ 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. സ്വഭാവത്തിൽ നിന്നാണ് കർമ്മം ഉണ്ടാകുന്നത്. ആദ്യം വ്യത്യസ്ത ഗുണങ്ങൾ ഉണ്ടാകും, ഗുണത്തിൽ നിന്നും സ്വഭാവം ഉണ്ടാകും, സ്വഭാവത്തിൽ നിന്നുമാണ് കർമ്മങ്ങൾ രൂപം കൊള്ളുന്നത്. കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർ ഗുണൈർ എന്ന് ഭഗവാൻ 41ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 18ാമത്തെ അധ്യായത്തിൽ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർ ഗുണൈർ. ഗുണവുമായിട്ട് ചേരുന്ന സമയത്ത്, വ്യത്യസ്ത ഗുണവുമായിട്ട് ചേരുന്ന സമയത്ത് വ്യത്യസ്ത സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. ആ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ നിന്നാണ്, സ്വഭാവം അനുസരിച്ചാണ് വ്യത്യസ്ത കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ വ്യത്യസ്തമാകാൻ കാരണം എന്താണ്? അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണുള്ളത്. ആ സ്വഭാവം എവിടെ നിന്നാണ് വരുന്നത്? വ്യത്യസ്ത ഗുണങ്ങളുമായിട്ട് ചേരുന്ന സമയത്താണ് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ കർമ്മങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ആ കർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് പുരഞ്ജനനെ ബാധിച്ചത്? അവരുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ എന്താണ് ചെയ്തത്, പുരഞ്ജനോട് എന്താണ് ചെയ്തത് എന്നുള്ള കാര്യം അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്.
അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ നമ്മൾക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജയശ്രീ മാതാജി ജപിച്ചോളൂ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ